ഹലോ. കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന്. അപ്പോൾ ഈ വീഡിയോ എടുത്തത് സെപ്റ്റംബർ 4-ാം തീയതി കേട്ടോ. ഉദ്ദേശം ഉത്രാടത്തിൻ്റെ അന്ന്. 1 മാസം കഴിഞ്ഞ് 2 മാസം ആവാറായി. എന്നിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അതിന് കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് വെച്ച് ഫോണൊക്കെ കുറച്ച് പണിയൊക്കെ തന്നു. പിന്നെ സമയക്കുറവും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ആ ഡേ ഇൻ മൈ ലൈഫ് അങ്ങ് ചെയ്തിടാമെന്ന്. അപ്പോൾ രാവിലെ തന്നെ ഉത്രാടത്തിൻ്റെ അന്ന് അത്തപ്പൂവൊക്കെ ഇട്ട് കുളിച്ചൊരുങ്ങി. പിന്നെ ഞങ്ങളുടെ അവിടെയൊക്കെ ഉള്ള ഒരു പതിവാണ് ഉത്രാടത്തിൻ്റെ അന്ന് ഇതേപോലെ വിളക്കൊക്കെ ഒരുക്കി പൂവൊക്കെ പിച്ചി ഇതേപോലെ വിളക്ക് കത്തിച്ച് വെക്കും ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്. എന്നിട്ട് തിരുവോണത്തിൻ്റെ അന്ന് ഇതേപോലെ സദ്യയൊക്കെ ഉണ്ടാക്കി ഈ വിളക്കിൻ്റെ മുമ്പിൽ ആ സദ്യയൊക്കെ വിളമ്പി നേദിച്ച് അങ്ങനെ ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് ഞങ്ങളുടെ ഈ ഏരിയയിലാണോ നിങ്ങളുടെ സൈഡിലൊക്കെ ഉണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷേ ഞങ്ങളുടെ സൈഡിൽ ഞാൻ കുഞ്ഞുനാൾ മുതലേ ഫോളോ ചെയ്യുന്ന ആ ഒരു പാറ്റേണാണ്. അമ്മുമ്മയും അപ്പൂപ്പനും ഒക്കെ ഉള്ള സമയത്തും ഇതുപോലെ തന്നെയായിരുന്നു. പിന്നെ അടുക്കളയിലോട്ട് പോയി ഓരോ സാധനങ്ങളൊക്കെ വീഡിയോ ഒക്കെ എടുത്തു. ഇത് ചെറുനാരങ്ങ അച്ചാറാട്ടോ. ചെറുനാരങ്ങ അച്ചാറും ഉണ്ട്, അല്ലാതെ വേറെ ഒരു വലിയ നാരങ്ങ നമ്മൾ കുഞ്ഞിതായിട്ട് അരിഞ്ഞിടത്തില്ലേ, അതിന് ഇവിടെ വേറൊരു പേരാണ് പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ ഇത് പായസം, നമ്മുടെ സേമിയ പായസം. ഉത്രാടത്തിൻ്റെ അന്ന് സേമിയ പായസവും പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് പ്രഥമനും ആവാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ നേദിച്ചൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ സന്തോഷത്തോടെ ഓണസദ്യ ഉത്രാട സദ്യയൊക്കെ കഴിച്ച് ഇരുന്നു. അപ്പോൾ പിന്നെ ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴത്തേക്ക് ട്രിവാൻഡ്രത്തു നിന്ന്, അതായത് ലുലു മോളിൽ നിന്ന് ഒരു കുഞ്ഞു കേക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കൊക്കെ ഒരുമിച്ച് നിന്ന് കട്ടൊക്കെ ചെയ്ത് നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അന്ന്. പിന്നെ റിലേറ്റീവ്സിൻ്റെ കുറച്ച് പേരുടെ വീട്ടിലൊക്കെ പോയി. എന്നിട്ട് ആ ദിവസം അങ്ങോട്ട് അടിച്ചു പൊളിച്ചു. അപ്പോൾ ബൈ.